എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം സർക്കാർ ഇപ്പോൾ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. പെൻഷനിൽ പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. പെൻഷൻ തുകയിൽ തന്നെയാണ് മാറ്റങ്ങളുടെ തുടക്കം. നിലവിലെ പെൻഷൻ തുകയായ 2000-ൽ നിന്ന് 3000-ലേക്ക് പെൻഷൻ തുക ഉയർത്തുന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നേരത്തെയും അത് നിയമസഭയിൽ കൃത്യമായി നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇനി മുതൽ 2000 എന്ന തുകയ്ക്ക് പകരം 3000 രൂപയായിരിക്കും എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുക. അതിനുള്ള പ്രാരംഭ നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ പണം കൃത്യമായി അക്കൗണ്ടിലെത്തുന്ന ഒരു രീതിയാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് മുൻപ് വീടുകളിലെത്തി സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിലെത്തി പെൻഷൻ വിതരണം നടത്തുന്ന ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. കൃത്യമായും പൂർണ്ണമായും ഒരു ട്രാൻസ്പെറൻസിയോടുകൂടി സുതാര്യതയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായ തോതിൽ എല്ലാവരിലേക്കും പൈസ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത മാസം മുതൽ പെൻഷൻ തുക 3000 രൂപ ലഭിക്കുവാൻ വേണ്ടി കൃത്യമായി അക്കൗണ്ടിൽ ആ തുക ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടപ്പിലാക്കേണ്ടതായുണ്ട്. അത് കൃത്യമായി ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ വാർത്താ അപ്ഡേറ്റിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മാസം 30-ാം തീയതി വരെയാണ് മസ്റ്റർ ചെയ്ത് തീർക്കാനുള്ള സമയപരിധി സർക്കാർ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ ആ സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിങ് ചെയ്ത് തീർത്ത് നിങ്ങളുടെ രേഖകൾ മുഖേന മസ്റ്ററിങ് ചെയ്ത് പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത മാസം മുതൽ തുടർന്നുള്ള ക്ഷേമ പെൻഷനുകൾ അതായത് 3000 രൂപ എന്ന ഉയർത്തിയ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മസ്റ്ററിങ് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പെൻഷൻ മേടിക്കുന്ന വ്യക്തി ജീവനോടെയുണ്ട്, ഇപ്പോഴും തുക കൈപ്പറ്റാൻ അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ആൾ നിലവിലുണ്ട് എന്ന വിവരം സർക്കാരിനെ ബോധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമാണ് മസ്റ്ററിംഗ് മുഖേന നമ്മൾ നടപ്പിലാക്കുന്നത്. എന്നിരുന്നാൽ മാത്രമേ സർക്കാരിന് കൃത്യമായി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് പ്രാരംഭമായി. കാരണം അനധികൃതമായി പണം വാങ്ങിയവരുടെ ഒരു വലിയ ലിസ്റ്റ് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയായി വന്നിരുന്നു. അതിനെ തടയാൻ വേണ്ടി അനധികൃതമായി ആളുകൾ പണം സ്വീകരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ നിയമങ്ങളും ചട്ടങ്ങളുമായി ഗവൺമെൻറ് മുൻപോട്ട് വരികയാണ്. കാരണം മരിച്ചുപോയ ആളുകൾക്ക് പോലും പണം അക്കൗണ്ടിൽ മാസങ്ങളോളം കൃത്യമായി എത്തിയിരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അനധികൃതമായി അനർഹരായിട്ടുള്ള ആളുകളിലേക്ക് പണം എത്തുന്നത് തടയാനുള്ള സർക്കാരിൻ്റെ ഏക പോംവഴിയാണ് മസ്റ്ററിംഗ് നടപ്പിലാക്കുക എന്നത്. അപ്പോൾ കൃത്യമായി മസ്റ്ററിംഗ് എന്ന പ്രോസസ്സിലൂടെ നിങ്ങളുടെ അസ്തിത്വം തെളിയിക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അടുത്ത മാസം മുതൽ ഉയർത്തിയ പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ തീർച്ചയായും അക്ഷയ സെൻറ്റർ മുഖേനയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വെബ്സൈറ്റ് മുഖേനയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കി അടുത്ത മാസം ഉയർത്തുന്ന തുക കൈപ്പറ്റാൻ തയ്യാറായിരിക്കുക എന്നാണ് പ്രാരംഭമായി പറയാനുള്ളത്. അടുത്തതായി പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത് ആളുകളുടെ വീടുകളിൽ അതായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീടുകളിൽ സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥർ മുഖേനയാണ് കഴിഞ്ഞ കുറേയധികം കാലങ്ങളായി ആളുകളുടെ വീടുകളിലേക്ക് കൃത്യമായി സർക്കാർ പണം എത്തിച്ചിരുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ള കാര്യം മുൻപത്തെ വാർത്താ അപ്ഡേറ്റുകളിൽ ഇൻഫോ മീഡിയ വ്ലോഗ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വീടുകളിലേക്ക് കൃത്യമായി നേരിട്ട് പണം എത്തിക്കുന്ന ഒരു സംവിധാനമില്ല. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും പണം എത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ടെങ്കിൽ മസ്റ്ററിംഗ് സമയത്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. ഇനി ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും വേഗം ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ വിവരങ്ങൾ എടുത്ത് മസ്റ്ററിംഗ് സമയത്ത് അത് സർക്കാരിന് മുൻപാകെ ആ ഒരു പ്രോസസ്സ് മുഖേന മസ്റ്ററിംഗ് എന്ന പ്രോസസ്സ് മുഖേന സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ തുക നിങ്ങളുടെ അക്കൗണ്ട് മുഖേന നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പണം വരുന്നത് ഇനി മുതൽ തടസ്സപ്പെടും. കാരണം സഹകരണ ബാങ്കുകൾ മുഖേന പണം എത്തിക്കുന്ന ആ ഒരു രീതി സർക്കാർ ഇനി മുതൽ നടപ്പാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്താ അപ്ഡേറ്റുമായി ഞാൻ ഉടൻ വരുന്നതാണ്. നന്ദി.